ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാഡൻസ് മെത്തേഡിനെ കുറിച്ചാണ്. ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാഡൻസ് മെത്തേഡ്. ക്യൂബിക് ഇക്വേഷൻ നമുക്കറിയാം, ഇറ്റ് ഈസ് എ തേർഡ് ഡിഗ്രി ഇക്വേഷൻ. തേർഡ് ഡിഗ്രി ഇക്വേഷനെയാണ് നമ്മൾ ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഡിസ്ക്രിമിനൻ്റ് ഉപയോഗിച്ചിട്ടുള്ള ഫോർമുലാസ് ഉണ്ട്. അതുപോലെ കാഡൻസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. സോ വി കൺസിഡർ ദി ജനറൽ ഫോം ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0, വേർ എ ബി സി ആർ റിയൽ നമ്പേഴ്സ്, ദേ ആർ കോഎഫിഷ്യൻസ്. ഇപ്പോൾ കാഡൻസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള ക്യൂബിക് ഇക്വേഷനെ അതിൽ നിന്നും നമ്മളൊരു ഡിപ്രസ്ഡ് ഇക്വേഷൻ ഫോം ചെയ്യും. ഡിപ്രസ്ഡ് ഇക്വേഷൻ. എന്നിട്ട് ആ ഡിപ്രസ്ഡ് ഇക്വേഷൻ സോൾവ് ചെയ്യും. അതിൻ്റെ സൊല്യൂഷൻസ്, അതും ഒരു ക്യൂബിക് ഇക്വേഷൻ ആയിരിക്കും. അതിൻ്റെ സൊല്യൂഷൻസ് 3 എണ്ണം നമ്മൾ സോൾവ് ചെയ്യും. ദെൻ അത് ഉപയോഗിച്ചിട്ട് ഒറിജിനൽ ഇക്വേഷൻ്റെ ഗിവൺ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ഡിറൈവ് ചെയ്യും. ഇതിൽ ഈ ഡിപ്രസ്ഡ് ഇക്വേഷൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഗിവൺ ഇക്വേഷനിൽ നിന്നും നമ്മൾ ഡിപ്രസ്ഡ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്. അതായത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഡിപ്രസ്ഡ് ഇക്വേഷനിൽ സെക്കൻഡ് പവർ ഓഫ് ദ വേരിയബിൾ ആബ്സെൻ്റ് ആയിരിക്കും. അതായത് ഇത് എക്സ് വേരിയബിളുള്ള ഇക്വേഷനാണ്. എക്സ് ക്യൂബ് പ്ലസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അതിൻ്റെ സെക്കൻഡ് പവർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ടേം. ഈ ഇക്വേഷനിൽ നിന്നും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷനിൽ നിന്നും നമ്മൾ ഫോം ചെയ്യുന്ന ഡിപ്രസ്ഡ് ഇക്വേഷനിൽ എക്സ് സ്ക്വയറിൻ്റെ ടേം, വേരിയബിളിൻ്റെ സെക്കൻഡ് പവർ ഉണ്ടാകില്ല. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് കെ എന്നാണ്. വേർ കെ ഈസ് ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ടു ബി ഡിറ്റർമിൻഡ്. ഈ കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. കെ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് കെ എന്ന് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ നിന്നും എക്സ് സ്ക്വയറിൻ്റെ ടേം അല്ലെങ്കിൽ വൈ സ്ക്വയറിൻ്റെ ടേം വാനിഷായി പോകും. സോ എക്സിന് വൈ പ്ലസ് കെ കൊടുത്താൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് വൈ പ്ലസ് കെ, ദാറ്റ്സ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് വൈ പ്ലസ് കെ ഹോൾ ക്യൂബ് പ്ലസ് എ ഇൻറ്റു വൈ പ്ലസ് കെ ഹോൾ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു വൈ പ്ലസ് കെ പ്ലസ് സി ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ്, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈ ക്യൂബ് പ്ലസ് 3k വൈ സ്ക്വയർ പ്ലസ് 3k സ്ക്വയർ വൈ പ്ലസ് കെ ക്യൂബ് പ്ലസ് എ ഇൻറ്റു ഇൻ ബ്രാക്കറ്റ് വൈ സ്ക്വയർ പ്ലസ് 2k വൈ പ്ലസ് കെ സ്ക്വയർ ദെൻ ബി വൈ പ്ലസ് ബി കെ പ്ലസ് സി ഈക്വൽ ടു 0. ദെൻ ഇതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് വൈ ക്യൂബ് പ്ലസ് 3k പ്ലസ് എ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് 3k സ്ക്വയർ പ്ലസ് 2ak പ്ലസ് ബി വൈ പ്ലസ് കോൺസ്റ്റൻറ്റ് ടേം വരുന്നത് കെ ക്യൂബ് പ്ലസ് എ കെ സ്ക്വയർ പ്ലസ് ബി കെ പ്ലസ് സി ഈക്വൽ ടു 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഇതിൽ വൈ സ്ക്വയറിൻ്റെ ടേം, സെക്കൻഡ് പവറിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ വരുന്ന ടേം, അത് വാനിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3k പ്ലസ് എക്ക് 0 കൊടുക്കുന്നു. ദെൻ വി ഗെറ്റ് കെ ആസ് മൈനസ് എ ബൈ 3. സോ ഇതാണ് നമുക്ക് വേണ്ട കെ. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു വൈ പ്ലസ് കെ, ദാറ്റ് ഈസ് വൈ മൈനസ് എ ബൈ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ക്യൂബിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും വൈയിൽ. അതിൽ വൈ സ്ക്വയറിൻ്റെ ടേം, സെക്കൻഡ് പവർ ഓഫ് വേരിയബിൾ ആബ്സെൻ്റ് ആയിരിക്കും. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. കെ ഈക്വൽ ടു മൈനസ് എ ബൈ 3. എയും ബിയും സിയും എല്ലാം നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ആ കോഎഫിഷ്യൻസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്താൽ കിട്ടും. സോ കെ ഈക്വൽ ടു മൈനസ് എ ബൈ 3 എന്ന് കിട്ടിക്കഴിഞ്ഞു. ദെൻ
ഈ k ഈക്വൽ ടു -a/3 എന്നുള്ളത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം സ്ക്വയർ ടേം 0 ആയി പോകും. ബാക്കിയുള്ള ടേംസ് ഇങ്ങനെ വരും. y³ പ്ലസ് 3a² 9 -2a³ 3 + b ഇൻറ്റു y -a³ 27 പ്ലസ് a³ 9 -ab/3 plus c equal to 0. That implies y³ plus ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം b - a³ 3 ഇൻറ്റു y പ്ലസ് 2a³ 27 മൈനസ് ab/3 പ്ലസ് c ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. വി റൈറ്റ് ഇറ്റ് ആസ് y³ പ്ലസ് py plus q equal to 0. This is equation number 2. This equation is also very important in solving problems. y³ plus py plus q, where p equal to, നമുക്ക് കമ്പയർ ചെയ്താൽ കിട്ടും py യുടെ കോഫിഷ്യൻ്റ് ആണ് b - a³/3, b - a³/3 and q equal to, that is the constant term, 2a³ 27 -ab/3 plus c. This is q. So we get p and q. So നമുക്ക് കിട്ടിയ ഡിപ്രസ്ഡ് ഇക്വേഷൻ ഇതാണ്. അതായത് y² ടേം, സെക്കൻഡ് പവർ ടേം ഇല്ലാത്ത ഡിപ്രസ്ഡ് ഇക്വേഷൻ y³ പ്ലസ് py പ്ലസ് q ഈക്വൽ ടു 0. അതിലെ പിയും ക്യൂ എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ABC ഉപയോഗിച്ചിട്ട് അതിൻ്റെ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഇനി ഈ ഡിപ്രസ്ഡ് ഇക്വേഷൻ y³ പ്ലസ് py പ്ലസ് q നമ്മൾ സോൾവ് ചെയ്യണം. അതായത് വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. 3 വാല്യൂസാണ് വൈക്ക് ഉണ്ടാവുക. ക്യൂബിക് ഇക്വേഷനാണ്. വി ടേക്ക് ദി റൂട്ട്സ് ആർ ഓഫ് ദ ഫോം, ദി ഇക്വേഷൻ നമ്പർ 2ൻ്റെ റൂട്ട്സ് സം u പ്ലസ് v ഫോമിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. വേർ u ആൻഡ് v ആർ ടു ബി ഡിറ്റർമൈൻഡ്. നമുക്ക് യും വിയും കണ്ടുപിടിക്കണം. സോ u പ്ലസ് v ഫോമിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദെൻ y³ എന്ത് വരും? y³ ഈക്വൽ ടു u പ്ലസ് v ഹോൾ ക്യൂബ് എന്ന് വരും. സോ ബൈ expanding we get u³ plus v³ plus 3u² v plus 3uv². Then that is equal to, we can write u³ plus v³ plus 3uv into u plus v. ഇതിൽ u plus v എന്ന് പറഞ്ഞാൽ y ആണ്. സൊല്യൂഷൻ്റെ ഫോം നമ്മൾ അങ്ങനെ എടുത്തത് 3uv y എന്നെഴുതാം. y³. സോ y³ minus 3uv y minus of u³ plus v³, we get it as 0. That is equation number 3. Then we have the equation number 2 as y³ plus py plus q equal to 0. And now the equation number 3 as y³ minus 3uv y minus of u³ plus v³ equal to 0. Now we compare or equating the coefficient of like terms. In these two equations we get p equal to minus 3uv എന്ന് കിട്ടും. q equal to minus of u³ plus v³ എന്ന് കിട്ടും. So p equal to minus 3uv means uv equal to minus p/3. Okay. And q equal to, we have minus of u³ plus v³. Then u³ v³ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യൂബാണ്. ദാറ്റ് ഈസ് മൈനസ് p³ എന്ന് കിട്ടും. നമുക്ക് യും വിയും ആണ് വേണ്ടത്. കാരണം നമ്മുടെ സൊല്യൂഷൻസ് u പ്ലസ് v ഫോമിലാണ്. സോ ഇത്രയും റിലേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് യും വിയും സോൾവ് ചെയ്യണം. അപ്പോൾ u³ മൈനസ് v³ നമുക്ക് എങ്ങനെ എഴുതാം? u³ plus v³ whole square minus 4 into u³ v³. Then അതിൻ്റെ റൂട്ട്. Okay. Then that implies u³ minus v³ equal to u³ plus v³ എന്ന് പറഞ്ഞാൽ that is minus q ആണ്. സോ സ്ക്വയർ എടുത്താൽ we have the root q² എന്ന് എഴുതാം.
ഇനി യു ക്യൂബ് വി ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് പി ക്യൂബ് ബൈ 27 ആണ്. സോ ദിസ് ഈസ് 4 ഇൻറ്റു പി ക്യൂബ് ബൈ 27 എന്ന് കിട്ടും. ദിസ് ഈസ് യു ക്യൂബ് മൈനസ് വി ക്യൂബ്. വി ഹാവ് യു ക്യൂബിനെ നമുക്ക് യു ക്യൂബ് പ്ലസ് വി ക്യൂബ് പ്ലസ് യു ക്യൂബ് മൈനസ് വി ക്യൂബ് ഇൻറ്റു 1/2 എന്നെഴുതാം. വിയും വിയും ക്യാൻസൽ ചെയ്ത് പോകും. 2 യു ക്യൂബ് ബൈ 2 എന്ന് പറഞ്ഞാൽ യു ക്യൂബ് തന്നെ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇത് മൈനസ് ക്യൂ ആണ് പ്ലസ് ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ പ്ലസ് 4 പി ക്യൂബ് ബൈ 27. ഓക്കെ, ദെൻ ഇത് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് മൈനസ് ക്യൂ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് 1/2 എടുത്താൽ ക്യൂ സ്ക്വയർ ബൈ 4 പ്ലസ് പി ക്യൂബ് ബൈ ഈ 4 ക്യാൻസൽ ചെയ്തു പി ക്യൂബ് ബൈ 27. ഈ ടേക്ക് ഇറ്റ് ആസ് എ. നമ്മളതിനെ എ എന്ന് വിളിക്കുന്നു യു ക്യൂബിനെ. സിമിലർലി വി ക്യാൻ ഫൈൻഡ് വി ക്യൂബ് ഈക്വൽ ടു 1/2 യു ക്യൂബ് പ്ലസ് വി ക്യൂബ് മൈനസ് ഓഫ് യു ക്യൂബ് മൈനസ് വി ക്യൂബ്. ദാറ്റ്സ് ഈക്വൽ ടു ഇതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് മൈനസ് ക്യൂ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ ബൈ 4 പ്ലസ് പി ക്യൂബ് ബൈ 27. അതിനെ ബി എന്ന് വിളിക്കുന്നു. സോ വി ഗെറ്റ് എ ആൻഡ് ബി, ദാറ്റ് ഈസ് യു ക്യൂബ് ആൻഡ് വി ക്യൂബ്. ഇതിൽ നിന്നും യു ക്യൂബ് ഈക്വൽ ടു എ എന്നാണ്, വി ക്യൂബ് ഈക്വൽ ടു ബി എന്നാണ്. ദെൻ യു ഈക്വൽ ടു എ റേസ് ടു 1/3 ആൻഡ് എ റേസ് ടു 1/3 മീൻസ് ഇറ്റ് ഈസ് ദി ക്യൂബ് റൂട്ട് ഓഫ് എ. സോ അതിന് 3 വാല്യൂസ് ഉണ്ടാകും. അത് നമ്മൾ എടുക്കുന്നത് യു ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എ അല്ലെങ്കിൽ എ റേസ് ടു 1/3. ദെൻ നമുക്കറിയാം ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി 1 ഒമേഗ ഒമേഗ സ്ക്വയർ ആണ്. സോ സെക്കൻഡ് വൺ ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ. ദെൻ തേർഡ് വൺ യുവിൻ്റെ തേർഡ് വാല്യൂ യു ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ. ഇനി ഇതുപോലെ തന്നെ വി ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് ബി, വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ബി ആൻഡ് ഓൾസോ v equal to omega square into cube root of b. Any what is omega? Omega equal to we have minus 1 plus I root 3 by 2 and omega square എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് minus 1 minus I root 3 by 2 where omega cube equal to 1 ആണ്. Cube roots of imaginary cube root of unity ആണ്. So we get u v. യു ഈക്വൽ ടു 3 വാല്യൂ കിട്ടി. ക്യൂബ് റൂട്ട് ഓഫ് എ, ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ, ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ. വിക്കും 3 വാല്യൂ കിട്ടി. ക്യൂബ് റൂട്ട് ഓഫ് ബി, ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ബി ആൻഡ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ബി. നമ്മുടെ സൊല്യൂഷൻ y ഈക്വൽ ടു യു പ്ലസ് വി ആണ്. അപ്പോൾ യുവിന് 3 ചോയ്സ് ഉണ്ട്, വിക്കും 3 ചോയ്സ് ഉണ്ട്. യു പ്ലസ് വി നമുക്ക് യുവിൽ ഫസ്റ്റ് വൺ ഫിക്സ് ചെയ്താൽ യു പ്ലസ് വി ഇതിലേതും ആവാം അല്ലേ. പക്ഷേ അങ്ങനെ ഏത് വാല്യൂ എടുക്കാൻ പറ്റില്ല. നമുക്കതിനൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ യുവും വിയും ഡിഫൈൻ ചെയ്തപ്പോൾ എഴുതിയിരുന്നു യു ഇൻറ്റു വി എന്ന് പറയുന്നത് -p/3 ആയിരിക്കണം. യു ഇൻറ്റു വി ഈക്വൽ ടു -p/3. യു വി ഈക്വൽ ടു -p/3. അപ്പോൾ നമ്മളൊരു യുവിന് ഒരു വാല്യൂ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വി സെലക്ട് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. യുവും വിയും മൾട്ടിപ്പിൾ ചെയ്താൽ -p/3 പ്രോഡക്റ്റ് കിട്ടുന്ന കോമ്പിനേഷൻസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ യു ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എ എടുത്താൽ എടുക്കേണ്ട വി എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് ബി ആണ്. ദെൻ യു ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ എടുത്താൽ വി എന്തെടുക്കണം? ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ബി എടുക്കണം. അതുപോലെ
യു ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെയറായിട്ട് വരുന്ന വി ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ബി ആണ്. സോ വി ഗെറ്റ് ദി സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ വൈ ക്യൂബ് പ്ലസ് പി വൈ പ്ലസ് ക്യൂ ഈക്വൽ ടു 0 എന്ന ഡിപ്രസ്ഡ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വി ഗെറ്റ് y1 ഈക്വൽ ടു വി ഹാവ് യു പ്ലസ് വി ആണ്. ദാറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് എ, അതിൻ്റെ കൂടെ വരുന്ന വി ക്യൂബ് റൂട്ട് ഓഫ് ബി ആണ്. y2 ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ബി. ദെൻ y3 ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ബി ആണ്. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദി ഡിപ്രസ്ഡ് ഇക്വേഷൻ. നമുക്ക് വേണ്ടത് ഡിപ്രസ്ഡ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല, ഒറിജിനൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതായത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് കെ ആണ്. സോ 3 സൊല്യൂഷൻസ് കാണണം, x1, x2 ആൻഡ് x3. x1 എന്ന് പറഞ്ഞാൽ y1 പ്ലസ് കെ ആയിരിക്കും, x2 എന്ന് പറഞ്ഞാൽ y2 പ്ലസ് കെ ആയിരിക്കും, x3 മീൻസ് y3 പ്ലസ് കെ, വേർ k ഈക്വൽ ടു മൈനസ് എ ബൈ 3. സോ y1, y2, y3 നമുക്കറിയാം. അതിന് കൂടെ നമ്മൾ k ആഡ് ചെയ്ത് കൊടുക്കുക, ദാറ്റ് ഈസ് മൈനസ് എ ബൈ 3 ആഡ് ചെയ്താൽ നമുക്ക് ഒറിജിനൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കിട്ടും. ദാറ്റ് ഈസ് ദി ഗാർഡൻസ് മെത്തേഡ്. ഈ ഇക്വേഷൻസിനെ, ഈ ഫോർമുലാസിനെ, അതായത് y1, y2, y3യെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാർഡൻസ് ഫോർമുലാസ് എന്ന് പറയും ഫോർ സോൾവിങ് എ ക്യൂബിക് ഇക്വേഷൻ. സോ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻസ്, ഇതിൻ്റെ ഡെറിവേഷനാണ്, എങ്ങനെയാണ് ആ സൊല്യൂഷൻ വരുന്നുള്ള ഡെറിവേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ വളരെയധികം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ക്യൂബിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം. ആ ജനറൽ ഫോം അറിഞ്ഞെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്തിട്ട് എയും ബിയും സിയും എഴുതാൻ പറ്റും. ദെൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും സിയും കിട്ടും. ദെൻ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് കെ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് എക്സ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ എ മൈനസ് എ ബൈ 3 ആണ്. വൈ മൈനസ് എ ബൈ 3 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്ക് വൈയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും, ഡിപ്രസ്ഡ് ഇക്വേഷൻ. അതിൽ വൈ സ്ക്വയർ ടേം ആബ്സെൻ്റ് ആയിരിക്കും. അത് ഈ ഫോമിലാണ് വൈ ക്യൂബ് പ്ലസ് പി വൈ പ്ലസ് ക്യൂ ഈക്വൽ ടു 0, വേർ പി ഈക്വൽ ടു ബി മൈനസ് എ സ്ക്വയർ ബൈ 3, ക്യൂ ഈക്വൽ ടു സി മൈനസ് ബി എ ബൈ 3 ഡിവൈഡ് ബൈ 2a ക്യൂബ്, ബി എ ബൈ 3 പ്ലസ് 2a ക്യൂബ് ബൈ 27. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് ഓർത്ത് വെക്കണം. പിയും ക്യൂവും എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ദെൻ അടുത്തത് വെരി ഇമ്പോർട്ടൻറ്റ്, എയും ബിയും കാണുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഗാർഡൻസ് മെത്തേഡിൽ ഫസ്റ്റ് ഗിവൺ ഒരു ഇക്വേഷൻ തരുന്നു. ദെൻ അതിൽ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് കെ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, എക്സ് ഈക്വൽ ടു വൈ പ്ലസ് കെ ഓർ വൈ മൈനസ് എ ബൈ 3 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഡിപ്രസ്ഡ് ഇക്വേഷൻ കിട്ടും, അതായത് വൈ സ്ക്വയറിൻ്റെ ടേം ആബ്സെൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ. ദെൻ അതിൽ നിന്ന് നമ്മൾ അടുത്ത് ചെയ്യുന്നത് എയും ബിയും കണ്ടുപിടിക്കുകയാണ്. എ ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ ബൈ 4 പ്ലസ് പി ക്യൂ ബൈ 27. അതിൻ്റെ ജസ്റ്റ് റാഡിക്കൽ കോൺജുഗേറ്റ് ആണ്. ബി ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ ബൈ 4 പ്ലസ് പി ക്യൂ ബൈ 27. അതാണ് എയും ബി. ദെൻ y1, y2, y3 കാണുന്നതിനുള്ള ഇക്വേഷൻസ്. ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് ബി. y2 എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ബി. y3 ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് എ പ്ലസ് ഒമേഗ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് ബി. ഇതിൽ ഒമേഗ എന്ന് പറയുന്നത് -1 പ്ലസ് ഐ റൂട്ട് 3 ഡിവൈഡ് ബൈ 2 ആണ്. ഒമേഗ സ്ക്വയർ -1 മൈനസ് ഐ റൂട്ട് 3 ബൈ 2 ആണ്. സോ ഇതാണ് നമ്മുടെ ഗാർഡൻസ് മെത്തേഡിൻ്റെ സൊല്യൂഷൻ കാണുന്നുള്ള ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് നാച്ചർ ഓഫ് റൂട്ട്സ് ആണ് ഇൻ ഗാർഡൻസ് മെത്തേഡ്. ദാറ്റ് മീൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഡിസ്ക്രിമിനൻറ്റിൻ്റെ നാച്ചർ ഗ്രേറ്റർ ദാൻ 0, ഈക്വൽ ടു 0, ലെസ് ദാൻ 0 നോക്കിയിട്ടാണ് റൂട്ട്സ് റിയൽ ആണോ, ഇമാജിനറി ആണോ, ഡിസ്റ്റിങ്ക്റ്റ് ആണോ, ഡബിൾ റൂട്ട് ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നത്. അതുപോലെ ഗാർഡൻസ് മെത്തേഡിലും ക്യൂബിക് ഇക്വേഷനിലും ഒരു
ഡിസ്ക്രിമിനൻ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യും. ഡെൽറ്റ ഈക്വൽ ടു 4p³ പ്ലസ് 27q². ഇതാണ് കാർഡൻസ് മെത്തേഡിലെ ഇക്വേഷൻ്റെ ഡിസ്ക്രിമിനൻ്റ്. ഇനി 3 കേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഡിസ്ക്രിമിനൻ്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 3 റൂട്ട്സ് ആണുള്ളത്, y1, y2, y3. y1 റിയൽ ആയിരിക്കും, y2ഉം y3യും ഇമാജിനറി കോൺജുഗേറ്റ്സ്, കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ആയിരിക്കും. ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ y1 ഈസ് റിയൽ, y2 ആൻഡ് y3 ആർ ഇമാജിനറി ആൻഡ് കോൺജുഗേറ്റ് ഓഫ് ഈച്ച് അതർ. ഇനി കേസ് 2 ഡെൽറ്റ ഈക്വൽ ടു 0 ആണ്. y1 നമുക്ക് കിട്ടുന്നത് 2 × ക്യൂബ് റൂട്ട് ഓഫ് -q/2 ആണ്. y1 ഇങ്ങനെ കിട്ടും. y2ഉം y3യും ഡബിൾ റൂട്ടായിരിക്കും, സെയിം ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. y2ഉം y3യും സെയിം ആയിരിക്കും അൺലെസ് q ഈക്വൽ ടു 0. അതായത് q നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ y1 2 × ക്യൂബ് റൂട്ട് ഓഫ് -q/2 എന്ന് കിട്ടും. y2ഉം y3യും ഈക്വൽ റൂട്ട്സ് ആയിരിക്കും ഇഫ് q നോട്ട് ഈക്വൽ ടു 0. q ഈക്വൽ ടു 0 ആണെങ്കിൽ 3 റൂട്ടും y1, y2 ആൻഡ് y3 ആർ 0. 3 റൂട്ടും 0 ആയിരിക്കും. ഈ കേസിൽ നമ്മുടെ ഇക്വേഷൻ ട്രിവിയൽ ആയിരിക്കും. y³ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ട്രിവിയൽ ഇക്വേഷൻ ആയിരിക്കും. ഇനി കേസ് 3 എന്ന് പറയുന്നത് ഡെൽറ്റ ലെസ് ദാൻ 0 ആകുമ്പോഴാണ്. ഈ കേസിൽ y1 എന്ന് പറയുന്നത് 2a എന്ന് കിട്ടും, y2 എന്ന് പറയുന്നത് -a - b × √3 എന്ന് കിട്ടും, y3 എന്ന് പറയുന്നത് -a + b × √3 എന്ന് കിട്ടും. 3 റൂട്ട്സും റിയൽ ആയിരിക്കും, ആൾസോ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. സോ ഡെൽറ്റ ലെസ് ദാൻ 0 ആവുന്ന കേസിൽ y1, y2, y3 ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. വേർ y1 ഈക്വൽ ടു 2a, y2 ഈക്വൽ ടു -a - b √3, y3 ഈക്വൽ ടു -a + b × √3. So these are the nature of solutions in Cartan's method. So Cartan's methodൽ സ്റ്റെപ്പ് ഇത്രയാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് ദ ഗിവൺ ഇക്വേഷൻ, അതിൽ നിന്നും a,b,c എഴുതുന്നു, അതിൽ നിന്നും ഡിപ്രസ്ഡ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു, y³ + py + q ഈക്വൽ ടു 0. ദെൻ എയും ബിയും കണ്ടുപിടിക്കുന്നു, എയും ബിയും. ദെൻ y1, y2, y3 എയും ബിയും വെച്ചിട്ടുള്ള സൊല്യൂഷൻ, ഒമേഗ വെച്ചിട്ടുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നു. ദെൻ ഇതിൽ നിന്നും കറസ്പോണ്ടിങ് x1, x2, x3 ദറ്റ് ഈസ് x ഈക്വൽ ടു y + k ആണ് ജനറൽ സബ്സ്റ്റിറ്റ്യൂഷൻ, വേർ k ഈക്വൽ ടു -a/3. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ കാർഡൻസ് മെത്തേഡിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് തന്ന ഇക്വേഷൻ f(x) ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ആൾറെഡി x² ടേം ആബ്സെൻ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഡിപ്രസ്ഡ് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ട ആ സ്റ്റെപ്പ് ചെയ്യേണ്ടതില്ല. x ഈക്വൽ ടു y + k എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ആ സ്റ്റെപ്പ് ചെയ്യേണ്ട. നമുക്ക് ഡയറക്റ്റായി എയും ബിയും കണ്ടുപിടിച്ച് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.